ആമേൻ. സ്തോത്രം. എവർക്കും സ്നേഹവന്ദനം. യേശുവിൻ നാമത്തിൽ തന്നെ നമുക്കൊരു ദൈവത്തിൻ്റെ ജ്ഞാനം, നമ്മുടെ ജ്ഞാനവും ഒന്ന് കൂട്ടി വായിച്ചാലോ. എത്രത്തോളം ദൈവത്തിന് നമ്മുടെ ജ്ഞാനത്തിന് വിലയുണ്ട്, അല്ല ദൈവത്തിൻ്റെ ജ്ഞാനം എത്രത്തോളം നമുക്ക് നന്മയുണ്ട്, നമുക്ക് നോക്കാം. അപ്പം 8:11-12 വാക്യമാണ് സദൃശ്യവാക്യത്തിൽ കേട്ടോ. ജ്ഞാനം മുത്തുകളേക്കാൾ നല്ലതാകുന്നു, മനോഹരമായതൊന്നും അതിന് തുല്യമാകുകയില്ല. ജ്ഞാനം എന്ന ഞാൻ സൂക്ഷ്മബുദ്ധിയെ എൻ്റെ പാർപ്പിടമാക്കുന്നു, പരിജ്ഞാനവും വകതിരിവും ഞാൻ കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഇവിടെ ജ്ഞാനം മുത്തുകളേക്കാൾ നല്ലതാകുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനം നമുക്ക് എപ്പോഴും നല്ലതാണ്. അപ്പോൾ അത് മുത്തുകളേക്കാൾ നല്ലതാണ്. അതുപോലെ ജ്ഞാനം എന്ന ഞാൻ സൂക്ഷ്മബുദ്ധിയെ പാർപ്പിടാവുന്നു. അപ്പോൾ ദൈവത്തിനോട് തരുന്ന ജ്ഞാനം നമുക്ക് എന്നും എന്താക്കണം, നമുക്ക് നാശത്തിലേക്ക് പോകില്ല. അത് നമുക്ക് എപ്പോഴും വിലയേറിയ ഒരു നമ്മളെ സമ്പാദ്യത്തിലേക്ക്, നമ്മൾ നന്മയിലേക്ക് കൊണ്ടുവന്നത് കണ്ടുപിടിക്കുന്നു. അപ്പോൾ ആ പരിജ്ഞാനവും വകതിരിവും ദൈവം നമുക്ക് തിരിച്ചറിഞ്ഞു തരും. നമ്മളെ ജ്ഞാനം എന്താണ്, നമ്മളെ ജ്ഞാനക്കേട് എന്താണ്, അതൊക്കെ ദൈവം തിരിച്ചറിയും നമ്മൾ ദൈവത്തിനോട് ജ്ഞാനം ചോദിക്കുമ്പോൾ. അത് 2-ാമത്തെ വാക്യം 9:9 സദൃശ്യവാക്യത്തിൽ അങ്ങനെ 9:9 ജ്ഞാനിയെ പ്രബോധിപ്പിക്കുക, അവൻ്റെ ജ്ഞാനം വർദ്ധിക്കും. നീതിമാനെ ഉപദേശിക്കുക, അവൻ വിദ്യാഭിവൃദ്ധി പ്രാപിക്കും. അപ്പം ജ്ഞാനിയെ പ്രബോധിക്കുക. ജ്ഞാനി ആരാണ്? നമ്മളാണോ? ദൈവത്തിനാണ്. ആദ്യത്തിന് ജ്ഞാനം തരുമ്പോൾ നമുക്ക് ആർക്കും കൊടുക്കാൻ പറ്റില്ല. പിന്നെ അവൻ്റെ ജ്ഞാനം വർദ്ധിക്കും. അത് എത്രത്തോളം നമ്മൾ ദൈവത്തിനോട് ചോദിക്കുമ്പോൾ ആ ജ്ഞാനത്തിനോട് കൂടി നമുക്ക് ഈ ഭൂമിയിലോട്ട് വഴി നമുക്ക് കൊടുക്കാം. ദൈവം ഉണ്ടാക്കും, നമ്മൾ ആ ജ്ഞാനത്തോടു കൂടി വർദ്ധിക്കും. നീതിമാനെ ഉപദേശിക്കുക, അവൻ വിദ്യാഭിവൃദ്ധി. അപ്പം നീതിമാൻ എന്ന് പറഞ്ഞാൽ ദൈവം മാത്രമേ ഉള്ളൂ. അപ്പോൾ നീതിമാൻ്റെ ഉപദേശം നമ്മൾ നേടുമ്പോൾ അത് വിദ്യാഭിവൃദ്ധി ദൈവത്തിലൂടെ നമുക്ക് പ്രാപിക്കാം. ആമേൻ. 2-ാമത്തെ ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്യം, പിന്നെ സദൃശവാക്യത്തിൽ 12:8 വാക്യം എങ്ങനെയാണ് പറയുക? മനുഷ്യൻ തൻ്റെ ബുദ്ധിക്ക് ഒത്തവണ്ണം ക്ലാശിക്കപ്പെടുന്നു, വക്രബുദ്ധിയോ നിന്ദിക്കപ്പെടുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനമില്ലാത്ത കാര്യം എന്ത് ചെയ്യുന്നു, നമ്മുടെ ബുദ്ധിയിൽ എന്ത് ചെയ്യുന്നു, അതെന്താക്കുന്നത് നമുക്ക് ക്ലേശമായിട്ടും ഭാരമായിട്ടും വേദനയായിട്ടും മരണത്തിനായിട്ടും. അത് വക്രബുദ്ധിയും നിന്ദിക്കപ്പെടും. നമ്മൾ എന്ത് വക്രത ചെയ്യുന്നോ അതൊക്കെ നമ്മൾ നിന്ദിക്കപ്പെടും. പക്ഷെ ദൈവത്തിൻ്റെ ജ്ഞാനം നമുക്കെന്തിനാ ഏത് കുഴിയെയും നികത്തി അത് നമ്മൾ ഉയർത്തിപ്പിടിക്കാൻ ദൈവത്തിൻ്റെ ജ്ഞാനം നമുക്ക് എപ്പോഴും എവിടെയും നമുക്ക് കൊടുക്കാം. ആ സന്തോഷം ആരെയും കെടുത്താനല്ല, അത് സന്തോഷത്തിലേക്ക് വർദ്ധിപ്പിക്കാനാണ്. ഇപ്പം അങ്ങനെ തന്നെ സദൃശവാക്യം 14:8 എന്താണ് പറഞ്ഞത്? വഴി തിരിച്ചറിയുന്നതും വിവേകിയുടെ ജ്ഞാനം, ചതിക്കുന്നതോ ഭോഷന്മാരുടെ ഭോഷത്വം. അപ്പോൾ വഴി തിരിച്ചറിയുന്നതാണ് ദൈവമാണ്. ആ ദൈവത്തിൻ്റെ വഴിയുടെ വിവേകിയുടെ ജ്ഞാനമാണ് നമുക്ക് എപ്പോഴും തരിക. അപ്പം ചതിക്കുന്നതോ ഭോഷന്മാരുടെ. ഇപ്പം ജ്ഞാനമില്ലാതെ നമ്മളുടെ ഭോഷന്മാരുടെ നമുക്ക് മറ്റുള്ളവർക്ക് ചതിക്കാനുള്ള ഹൃദയം നമുക്ക് തരാം. അവർക്ക് ദോഷമായ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുക. അപ്പോൾ ദൈവം ഇതൊന്നും ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. കർത്താവിന് ഇതൊന്നും ഇഷ്ടമല്ല. ദൈവം എപ്പോഴും എൻ്റെ മക്കളെന്നും നന്നായിരിക്കാനും സന്തോഷത്തിരിക്കാനും